നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാളയാറിൽ ബംഗ്ലാദേശി എന്ന് ആരോപിച്ച ഛത്തീസ്ഗഡ് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതി CITU പ്രവർത്തകനെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും കുറ്റം BJPയുടെ മാത്രം തലയിൽ കെട്ടിവയ്ക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തിന് പിന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ CPMനെ കൈവിട്ടതിന്റെ വിരോധമാണെന്ന സൂചന. 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പറയുന്നത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 1, 2, 3, 5 പ്രതികൾ BJPയുമായി ബന്ധപ്പെട്ടവരാണ്. പാലക്കാട് എലപ്പുള്ളിയിൽ SDPI പ്രവർത്തകൻ സൈബറുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജിനീഷ് പ്രതികളെ കാണാൻ വാളയാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നതായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ തഹസീൻ പുനൈവാലെ കേസിലെ വിധി പ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. 10 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് അന്വേഷണത്തിനായി രൂപീകരിച്ചിരിക്കുന്നത്. SC/ST വകുപ്പ് അടക്കമുള്ള കേസിൽ ഉൾപ്പെടുത്തും. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കുറ്റം BJPയുടെ തലയിൽ ചാരാൻ ശ്രമം നടന്നത്. BJP തലസ്ഥാന നഗരസഭ പിടിച്ചതും ഗണ്യമായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതും മുഖ്യമന്ത്രിയെ വല്ലാതെ അലോസരപ്പെടുത്തി. അതോടെ മന്ത്രി മുഹമ്മദ് റിയാസും മുസ്ലിം മത പണ്ഡിതരും പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിക്ക് ബോധോദയം ഉണ്ടായത്. ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം എക്കാലവും സവിശേഷതയോടുകൂടി കണ്ടുവെന്നും അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് അളക്കാവുന്നതല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതുമായി കൂട്ടി വായിക്കണം. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ടെന്നും ഇനിയും തയ്യാറാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുമ്പും സമസ്തയ്ക്ക് മുഖ്യമന്ത്രി പിന്തുണ നൽകിയിരുന്നതാണ്. കോൺഗ്രസിനെ ഇല്ലാതെയാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണയാണ് പിണറായിക്ക് വിനയായത്. BJPയുമായി പിണറായി അടുപ്പം സൂക്ഷിക്കാൻ ശ്രമിച്ചത് 3ാം പിണറായി മന്ത്രിസഭ എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിട്ടും BJP വോട്ട് ഷെയർ വർദ്ധിച്ചതോടുകൂടി ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയെന്ന് മനസ്സിലായി. കോൺഗ്രസ് ജയിച്ചാലും BJPക്കുള്ളത് BJPക്ക് തന്നെ ലഭിക്കുമെന്ന ഉറപ്പായിരുന്നു. ഇതോടെ പഴയ ന്യൂനപക്ഷ കാർഡ് പുറത്തിറക്കാൻ പിണറായി തീരുമാനിച്ചു. 2011 മുതലുള്ള 22 വരെ മുസ്ലിങ്ങളുടെ വളർച്ച 12.84%, ഹിന്ദുക്കളുടെ വളർച്ച 2.02%, ക്രൈസ്തവരുടേത് 1.38% മാത്രമാണ്. 2001 അപേക്ഷിച്ച് 2011 കേരളത്തിൽ ഹിന്ദുക്കൾ 1.43%, ക്രൈസ്തവർ 0.64% കുറഞ്ഞു. എന്നാൽ മുസ്ലിങ്ങൾ 1.86% കൂടി. സിറോ മലബാർ സഭയാണ് ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ടത്. ക്രൈസ്തവ ദമ്പതികൾ കുട്ടികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനെതിരെ ഏറെ നാളായി സിറോ മലബാർ സഭ ശബ്ദമുയർത്തുന്നുണ്ടെങ്കിലും കർശനമായ തീരുമാനത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് കണക്ക് പറഞ്ഞത്. മുസ്ലിം സമുദായം ജനസംഖ്യാ നിയന്ത്രണം വേണ്ടെന്ന് വെച്ചതാണ് ക്രൈസ്തവ സഭയെ ജാഗരൂകരാക്കിയത്. ഹിന്ദുക്കളും ജനസംഖ്യാ നിർണയത്തിനെതിരെ വൈകാതെ രംഗത്തെത്തുമെന്ന് കരുതാം. തങ്ങളുടെ അംഗസംഖ്യ കേരളത്തിൽ ആപത്കരമായ രീതിയിൽ കുറയുകയാണ് എന്ന് സിറോ മലബാർ സഭ പറയുന്നു. തൃശൂർ അതിരൂപതയുടെ കുടുംബ കൂട്ടായ്മ സുവർണ ജൂബിലി വാർഷികത്തിലാണ് കണക്ക് അവതരിപ്പിച്ചത്. സഭയിലെ അംഗങ്ങളുടെ വിദേശ ജോലിയും വിദേശത്ത് താമസ ഭ്രമവും ഉപേക്ഷിക്കണമെന്നും സഭ തയ്യാറാക്കിയ കുറിപ്പിൽ പറയുന്നു. 2 പതിറ്റാണ്ടിനിടയ്ക്ക് സഭാവിശ്വാസികളിൽ 1,00,000 കുറവുണ്ടായെന്ന് അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കേരളത്തിൽ ക്രൈസ്തവരുടെ സംഖ്യ കുറയുന്നു എന്ന സഭയുടെ കണക്ക് പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം 29 തൃശൂർ ലൂർദ് കത്തീഡ്രൽ നടന്ന അതിരൂപത കുടുംബ കൂട്ടായ്മ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിലാണ് ഈ കണക്ക് പങ്കുവച്ചത്. തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പപ്പുവിന്റെ കഥാപാത്രം പറയുന്ന താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക എന്ന ഡയലോഗോടുകൂടിയാണ് സഭ കണക്ക് നിരത്തുന്നത്. 1911 മുതൽ 2021 വരെയുള്ള കാനേഷുമാരിയിലെ ഈ മതാധിഷ്ഠിത വിവരങ്ങളോടെയാണ് 26 പേജുള്ള ബ്രൗഷർ തുടങ്ങുന്നത്. 1911 മുതലുള്ള 10 വർഷം ഹിന്ദുക്കൾ 8.77%, ക്രൈസ്തവർ 23.5%, മുസ്ലിങ്ങൾ 12.87% വളർച്ച നേടി. എന്നാൽ 1971 ആയപ്പോൾ ഇത് യഥാക്രമം 23.35, 25.28, 37.49 എന്നിങ്ങനെയാണ് ബ്രോഷറിൽ പറയുന്നത്. രാജ്യത്ത് ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും ജനനനിരക്ക് 15-ൽ താഴെയും മരണനിരക്ക് 8-ൽ കൂടുതലുമാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, മല്ലപ്പള്ളി,
കോഴഞ്ചേരി, അടൂർ, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനനനിരക്ക്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി, ഏറനാട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, തിരൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനനനിരക്കെന്നും സഭ വിലയിരുത്തുന്നു. പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ കുട്ടി മുദ്രാവാക്യം വിളിച്ച ചിത്രത്തോടൊപ്പമാണ് സഭയുടെ ബ്രൗഷർ അവസാനിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ മന്ത്രി റിയാസ് വഴി തന്റെ പോകത്തിലാണെന്നും ഭൂരിപക്ഷങ്ങളെ കൂടി കുപ്പിയിലാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന ധാരണയിൽ നിന്നാണ് പിണറായി പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത്. എന്നാൽ അത് നേർവിപരീത ഫലമാണ് ചെയ്തത്. ക്രൈസ്തവരാകട്ടെ CPM-നൊപ്പമല്ല നിലകൊള്ളുന്നത്. പരസ്യ പിന്തുണ നൽകുമെങ്കിലും സഭാപിതാക്കന്മാർ UDF-ന്റെ ക്യാമ്പിലാണ് ഉള്ളത്. സണ്ണി ജോസഫിനെ ഒക്കെ കൊണ്ട് KPCC അധ്യക്ഷനാക്കിയതും ഇതിനു വേണ്ടി തന്നെയാണ്. തദ്ദേശ തോൽവിയെ തുടർന്ന് കുടുംബത്തിനകത്ത് നടന്ന ചർച്ചകളിലും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ കാര്യങ്ങൾ ചർച്ചയായത്. മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സഖാക്കൾ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമം തുടങ്ങി. അങ്ങനെയാണ് BJP വിരുദ്ധ കാർഡ് ഇറക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. കുടുംബത്തെ സംരക്ഷിക്കാനാണ് രാം നാരായൺ കേരളത്തിലെത്തിയത്. 2 കുട്ടികളും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഈ ബാഗയിൽ കൊല്ലപ്പെട്ടതോടുകൂടി ആശ്രയമില്ലാത്തവരായി. ആ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 30 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭാര്യയ്ക്കും അമ്മയ്ക്കും 5 ലക്ഷം രൂപ വീതവും 2 മക്കൾക്കും 10 ലക്ഷം രൂപ വീതവും നൽകും. മക്കൾക്കുള്ള 20 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി നൽകും. അതിന്റെ പലിശ കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് മാതാവിന് നൽകാനും തീരുമാനിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വാളയാറിലെ ഹീന സംഭവത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമപരമായ നടപടിയാണ് സ്വീകരിച്ചത് വരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചു വരുന്നു. ഫലപ്രദമായ അന്വേഷണം നടക്കും. ഈ അപരവിദ്വേഷത്തിന്റെ ആശയത്തിൽ പ്രചോദിതരായ ഒരു സംഘം ആളുകളാണ് പാലക്കാട് വാളയാറിൽ രാം നാരായണ കൊല്ലപ്പെടുത്തിയത്. പ്രതികളിൽ ചിലർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും വർഗീയ ചിന്താഗതിയുള്ളവരുമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സംഘപരിവാർ നടത്തി വിജയിപ്പിച്ച ആൾക്കൂട്ട ഹിംസയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുകയാണ്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരനെന്ന് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ ചാപ്പ കുത്തുകയും ചെയ്തു. ഇത് ഉത്തരേന്ത്യയിലായിരുന്നു മുമ്പ് കണ്ടത്. അത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാമെന്നാണ് സംഘപരിവാറിന്റെ സ്വപ്നം. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാളയാറിലെ കൊലപാതകം BJP-യുടെ തലയിൽ ചാരാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് CITU പ്രവർത്തകന്റെ വിവരം പുറത്തു വന്നത്. ചില പത്രങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ CPM അത് ഏറ്റെടുത്തില്ല. അത് ബുദ്ധിപൂർവമായ നീക്കമായിരുന്നു. ഉത്തരേന്ത്യൻ ലോബികളുടെ കളിയായി ഇതിനെ പിണറായി വ്യാഖ്യാനിച്ചു. BJP-യെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ന്യൂനപക്ഷങ്ങളുടെ കയ്യടി നേടുകയായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടിയാണ് CIT-കാരന്റെ റോള് പിണറായി മുക്കിയത്. വാളയാറിൽ എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ തീർപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇനി അന്വേഷണവും അതുവഴി നീങ്ങാൻ തന്നെയാണ് സാധ്യത.